ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടോ. അപ്പോൾ എന്നില്ലേ നമ്മൾ സ്കൂളിൽ പോകാൻ ലേറ്റ് ആയിക്കണുണ്ടോ. നമ്മൾ ഈ പിഞ്ചാനെ ഒടുക്ക തുറക്കാം. രാവിലെ അല്ലേ 1 മണിക്കാണ് നീച്ചിക്കണേ. ഈ സ്കൂളോ 12 മണിക്ക്. ഇന്ന് ടീച്ചർ നമ്മൾ എന്താ ചെയ്യാന്നറിയില്ല. എടാ ഷിൻജാനെ സോറി എടാ. ഇനി സോറി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെ ടീച്ചർ എന്താ പറയാതാവും. എന്നാ ഷിൻജാനെ എന്നാ വേഗം വിട്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്താനായിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അവിടേക്ക് വന്നിക്കണമെന്നാവും. വന്നിട്ടുണ്ടാവും. നമ്മളെ കാരണം ഏറ്റവും ലേറ്റ്. നമ്മൾ ഈ ടീച്ചറില്ലേ എപ്പോഴും നമുക്ക് വലിയ പണിഷ്മെൻറ്റാണ് തരല്. ഒരു ദിവസം ഞങ്ങൾ 1 മിനിറ്റ് ലേറ്റ് ആയപ്പോൾ 10 റൗണ്ട് ഞങ്ങളോട് ഈ ലോസ് ആൻഡോസ് സിറ്റി ഓടാൻ പറഞ്ഞു. ഇന്ന് ഞാൻ എന്താണെന്നാ പറയാ. പക്ഷെ ഞാൻ 10 അല്ല 2 റൗണ്ട് ഈ ലോസ് ആൻഡോസ് സിറ്റി ഓടാൻ പറഞ്ഞു. അപ്പോൾ ഇന്നെന്താ തരികയെന്നാവോ. സൈക്കിൾ എവിടെ പാർക്ക് ചെയ്യല്? നമുക്ക് ആ മുന്നിൽ കൊണ്ടുപോയിടാം. എടാ ഷിൻജാനെ നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്നിക്കണല്ലോ. ഓലൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ 1 മണിക്കല്ല ഇവിടെ എത്തിക്കണേ. നമുക്ക് ഇവിടെ നമ്മൾ സൈക്കിൾ പാർക്ക് ചെയ്യാം. നീ ഇറങ്ങണില്ലേ? നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വേഗം വാഴ പിഞ്ചാനെ. ഇങ്ങനെ വെള്ളം നടന്നൊരു കാര്യമല്ല. ടീച്ചറും വന്നിക്കണ്. എൻ്റെ കാലിപ്പം തന്നെ വരുത്താണ്ട് ആ സൈക്കിൾ ഓട്ടിയിട്ട്. ഇവിടെ പിഞ്ചാൻ എനിക്ക് എന്താ ഓടിയ സൈക്കിളൊന്നും ഓട്ടിയിട്ട് വെറുതെ നിന്നിക്കല്ലേ ഇമേ. വാ ഓടി. അപ്പം എൻ്റെ സ്പീഡിൽ ഓടുകയാണ്. ഡോറിമോനും ഗോക്കും ജിമ്മി സ്പൈഡർമാനൊക്കെ വന്നിക്കണ്. 2 പേരും വന്നോ? എന്താണെന്ന് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. സോറി ടീച്ചറെ. നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ? ഞാൻ 1 മുതൽ 100 വരെ എഴുതാൻ പറഞ്ഞിരുന്നു. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്തോ? ഞാനും പിഞ്ചാനും ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ ഞാൻ നിങ്ങൾക്കുള്ള പണിഷ്മെൻറ്റ് തരാം. അവിടെ ഗ്രൗണ്ടില്ലേ, ആ ഗ്രൗണ്ടിൽ 30 റൗണ്ട് ഓടണം. 30 റൗണ്ടോ? ടീച്ചർ ഒരു 10 റൗണ്ട് ആക്കി തരുമോ? 30 റൗണ്ട് എന്ന് പറഞ്ഞാൽ 30 റൗണ്ട്. ഞങ്ങൾ ആകെ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടുള്ളൂ. 1 മണിക്കൂർ ലേറ്റ് ആയല്ലേ? 30 റൗണ്ട് ഓടിക്കോ. പ്രിൻസിപ്പൽ സാർ കാണാത്ത ഭാഗ്യം. പ്രിൻസിപ്പൽ സാർ കണ്ടിക്കണമെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയാനെ. അപ്പോൾ ഡോറിമോനെ ഗോക്കോ നിങ്ങളൊക്കെ എഴുതിയോ? ഞങ്ങളൊക്കെ എഴുതി. നിങ്ങൾ രണ്ടാളും മാത്രമല്ല എഴുതാത്തത്. നിങ്ങൾ എത്തിനാ പറ്റും? നിങ്ങൾക്ക് ഹോംവർക്കും കൂടി എഴുതാൻ പറ്റൂല? അവിടെ പിഞ്ചാനെ നമുക്ക് പണിയിട്ടാടാ. നേരെ ഗ്രൗണ്ടിലേക്ക് പോന്നോ. ഇനി അവിടെ നമുക്ക് 30 റൗണ്ട് ഓടണം. അവിടെ ഷിൻജാനെ ഇനി 30 റൗണ്ട് ഓടണ്ടേ? നീ ഇനി ഒന്നും പറയണ്ട. എന്നെ കൊണ്ടാണ് നമ്മളിപ്പോൾ 30 റൗണ്ട് ഓടണ്ട്. ഇനി വെള്ളം നടക്കണ്ട, വേഗം വാ. അവനാവണ്ടേ? അവൻ വീട്ടിലേക്ക് പോയോ? അവൻ വരുന്നുണ്ട്. ഓടാൻ തുടങ്ങല്ലേ? തുടങ്ങാൻ ചിന്താനേ. 1 റൗണ്ട് തന്നെ ഓടാൻ തന്നെ നല്ല കഷ്ടമാണ്. ഇവിടെ പിഞ്ചാനെ വേഗം ഓടടാ. നമുക്ക് ഇന്ന് തന്നെ വരികെത്തണം. നമ്മളെ ഫ്രാങ്ക്ലിൻ അണ്ണനിപ്പോൾ വീട്ടിലെ അവൻ നമ്മളോട് പറഞ്ഞിരുന്നു വേഗം വീട്ടിലേക്ക് വരണമെന്ന്. പുറത്തെവിടെയും കളിക്കൊന്നും വേണ്ടാന്ന്. 6 മണിക്കൂറായടാ. 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെയൊക്കെ 30 റൗണ്ട് ഓടിയാലോ. ഇനി വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ടീച്ചർ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ടീച്ചറിനോട് നമ്മൾ പോട്ടയത്ത് ചോദിച്ചു നോക്കാം. ടീച്ചറെ ഞങ്ങൾ ഓടി, ഞങ്ങൾ പോട്ടെ? ഇനി പോയിക്കോ. നാളെ ലേറ്റായ 30 മാറും, 60 ആവും. നാളെ നിങ്ങൾ ലേറ്റ് ആവാതെ വരാം. അപ്പം ഞങ്ങളിനി പോവാണ്ടോ ടീച്ചറെ? ഇനി പോയിക്കോ. നാളെങ്കിലും ലേറ്റ് ആവാതെ വരാതെ നിന്നാൽ മതി. നാളെ ഞങ്ങൾ എന്തായാലും ലേറ്റ് ആവാതെ വരും. എന്നാൽ പിഞ്ചാനെ വാ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിനി 30 വട്ടം ഓടിങ്ങാണ്ടേ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്.
അവിടെ പിഞ്ചാനെ ഈ ടീച്ചർ നമ്മളോട് എന്തിനാ 30 റൗണ്ടൊക്കെ ഓടാൻ പറഞ്ഞ്? ഞമ്മക്കും ടീച്ചറിനിട്ട് ഒരു പണി കൊടുത്താലോ? ഞമ്മക്കും ടീച്ചറിനിട്ട് ഒരു പണി കൊടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യണോ? അണ്ണനെ നമ്മൾ ചീത്തറിഞ്ഞാലോ? അണ്ണനൊന്നും പറയില്ലടാ. അണ്ണൻ നമ്മളെ സൈഡേക്കാരം. നമുക്ക് വേഗം വീട്ടിലേക്ക് ചെന്ന് അണ്ണനോട് ചോദിച്ചു നോക്കാം. എനിക്ക് വല്ല സൈക്കിൾ തന്നെ ഓട്ടാൻ വയ്ക്കണില്ല. ബൂസ്റ്റർ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേഗം പോവാം. 60 റൗണ്ട് ഓടി കാല് വയ്യാതായി. ഇനെന്തായാലും ഞാൻ ഉറപ്പിച്ചു നമ്മളെ ടീച്ചറിനിട്ട് പണി കൊടുക്കുന്നത്. അണ്ണാ ഫ്രാങ്ക്ലിൻ അണ്ണനവിടെ? അണ്ണ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അണ്ണാ ഞങ്ങൾ ടീച്ചറില്ല, ഞങ്ങൾ 1 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളോട് 30 റൗണ്ട് ഓടാൻ പറഞ്ഞു. 30 റൗണ്ട് ഓടാൻ പറഞ്ഞിരിക്കേ? അതെനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ടല്ലേ. നിങ്ങൾ 1 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ടീച്ചറിന് സങ്കടമായിട്ടുണ്ടാവും. ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരാളല്ലേ. അണ്ണനും ടീച്ചറിൻ്റെ ഭാഗത്താ? എന്താ ഞങ്ങൾ 30 റൗണ്ട് ഓടാൻ പറഞ്ഞു. അണ്ണനോട് ഓടാൻ വയ്ക്കൂല 30 റൗണ്ട്. 6 മണിക്കൂർ ഞങ്ങൾ ഓടിയിരുന്നു. 6 മണിക്കൂറോ? എന്നാലും എനിക്കത് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അണ്ണാ എന്തെങ്കിലും ഒരു പണി ഞങ്ങൾ ടീച്ചറിന് ഇട്ട് കൊടുക്കട്ടെ. ടീച്ചറിന് പണിയിട്ട് കൊടുക്കേ? ടീച്ചർ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരാളല്ലേ. നിങ്ങൾ ടീച്ചറിന് പണിയിട്ട് കൊടുക്കണേ? അണ്ണാ ഒരു വട്ടെങ്കിലും ഞങ്ങൾ പണിയിട്ട് കൊടുക്കട്ടെ? വേണ്ട ചിഞ്ചാനെ പിഞ്ചാനെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പണിയിട്ട് കൊടുക്കണ്ടെന്ന്. ഞാൻ പോവാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ. ഇനി എൻ്റെ കാര്യം ഇന്നൊന്നിനും വിളിക്കണ്ട. ഇനി നിങ്ങളെ ഇഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്തോ. അപ്പോൾ ഞാനില്ലേ ഇന്ന് പോവാണ്. ആരോ വന്നിക്കണോ? ആരും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞമ്മക്കില്ലേ പോയി കടന്നുറങ്ങിയാലോ? അണ്ണ ഞാനില്ല ഉറങ്ങാൻ. അണ്ണൻ തന്നെ പോയി ഉറങ്ങിക്കോ. ഞങ്ങൾ ടീച്ചറിന് പണിയിട്ട് കൊടുക്കാതെ ഞങ്ങളിന്ന് ഉറങ്ങാൻ തന്നെ അല്ല. എന്ത് ചിന്താനെ, എന്നോട് ഞാൻ പറഞ്ഞില്ല ടീച്ചറിന് പണിയിട്ട് കൊടുക്കണ്ടെന്ന്. ഞങ്ങൾ ഇട്ട് കൊടുക്കും. ഞാൻ അണ്ണൻ പറയണൊന്നും കേൾക്കൂല. പക്ഷെ പിഞ്ചാനെ അണ്ണനില്ലേ നമ്മൾ ടീച്ചറിൻ്റെ ഭാഗത്താണ് കേട്ടോ. ഞങ്ങൾ പക്ഷെ ടീച്ചറിൻ്റെ ഭാഗത്തല്ല. നമ്മളെ ഭാഗത്താണ്. അപ്പോൾ ഞമ്മക്കെന്താണ് ടീച്ചറിന് പറഞ്ഞിട്ട് കൊടുക്കണം. അല്ല എനിക്ക് സമാധാനമല്ല. ഞങ്ങൾക്ക് എന്തായാലും ഇട്ട് കൊടുക്കണം. എന്നാൽ ഞാൻ പോവാണ്. ഇന്നൊന്നിനും വിളിക്കണ്ട. ടീച്ചർ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ അടിക്കും, അടിച്ചിട്ടില്ലെങ്കിൽ അടിക്കൂല. ഞാൻ പോയി ഉറങ്ങാൻ. നിങ്ങളുടെ ചിന്താനെ അണ്ണൻ അയക്കണില്ലല്ലോ. നമ്മളിനി എന്താ ചെയ്യുക? അണ്ണൻ അയക്കണില്ലെങ്കിൽ അയക്കണ്ട. അമ്മക്ക് ചെയ്യാലോ. നമ്മളും ചെറിയ പിള്ളേരൊന്നും അല്ലല്ലോ. നമുക്ക് 5 വയസ്സായില്ലേ. അപ്പം അമ്മക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യാം. അവിടെ പിഞ്ചാനെ നമ്മളെ ടീച്ചറില്ലേ, ടീച്ചറിൻ്റെ ബർത്ത്ഡേ എന്നാ? ടീച്ചറിൻ്റെ ബർത്ത്ഡേ എന്നായിരുന്നു? ഞാൻ മറന്നു. എന്നാ ടീച്ചറിൻ്റെ ബർത്ത്ഡേ തന്നെ നമുക്കൊരു സർപ്രൈസ് കൊടുക്കണം. ടീച്ചർ എന്തായാലും കേക്ക് ഉണ്ടാക്കൂലേ? നമ്മൾ കേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ടീച്ചറിന് നല്ല സുഖം ഉണ്ടാവും. അതൊന്നിലാവട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾക്ക് ഇനി പണിയൊന്നുമില്ലല്ലോ ചെയ്യാൻ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തോണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് നാളെ ഒരു പണി ഇട്ട് കൊടുക്കണം ടീച്ചറിന്. അപ്പോൾ നമ്മൾ ഇന്നാണ് ടീച്ചറിന് പണിയിട്ട് കൊടുക്കാൻ പോകുന്ന ദിവസം ഉണ്ടോ. അപ്പം നമ്മളിന്ന് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടീച്ചറിന് പണിയിട്ട് കൊടുക്കാൻ തുടങ്ങാം. നമുക്ക് ഈ ഡോറാൻ തുറക്കാം. ഇവിടെ എന്ത് എഴുതിക്കണല്ലോ, മൗസ് ട്രാപ്പ് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഈ ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. അതാ ചെയ്യണ്ടേ. നമുക്ക് വേഗം ഇവിടെ നിന്ന് ഓടാം. ടീച്ചർ അവിടെ വന്നിരിക്കുന്നുണ്ട്. ടീച്ചർ എടുക്കുമ്പോൾ ഇപ്പം നല്ല സുഖം ഉണ്ടാവും. വെള്ളയിൽ കുടുങ്ങി. എടാ ഷിഞ്ചാനെ, ഇനി എനിക്കൊരു പണിയിട്ട് കൊടുക്കണം. നമ്മളെ ആരെ ചെയ്തിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ടീച്ചർ അവിടെ മറ്റേ ട്രാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പാട്ട് കൊടുക്കാം ടീച്ചറിൻ്റെ ഭക്ഷണത്തേക്ക്. അപ്പോൾ ടീച്ചർ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ.
ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം അവിടെ തന്നെ ഛർദ്ദിച്ചു. അപ്പോൾ അത് പിഞ്ചാനെ ഞാനും കൂടി ഒരു പണിയിട്ട് കൊടുക്കണം. ടി വിൻ്റെ ഗ്ലാസ് തള്ളി പൊട്ടിച്ച. ടീച്ചർ അങ്ങനെ ഇരുന്ന് ടി വി കാണണ്ട. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ പിഞ്ചാനെ ടീച്ചർ ഇപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള പണി കിട്ടിയത്. അവിടെ ഫ്രാങ്ക്ലിനണ്ണ ഇതെന്തിനാ ടീച്ചറും കണ്ടാ നിൽക്കണേ? ഒന്നുമില്ല, നിങ്ങൾ പണിയിട്ടത് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനി സ്കൂളിൽ നിന്നില്ലേ ഞാൻ നിങ്ങൾക്ക് 60 റൗണ്ട് ഓടാൻ തരും. 60 റൗണ്ടോടെ പിഞ്ചാന് ഇപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള പണി കിട്ടിയത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാം.